ഓണത്തിൽ മുറ്റം ചെത്തിപ്പറിച്ചില്ല, എന്നിട്ടും എന്തേ മാവേലി ഓണം വന്നു. ചന്തയിൽ പോയില്ല, നേന്ത്രക്ക വാങ്ങിയില്ല, എന്നിട്ടും എന്തേ മാവേലി ഓണം വന്നു. ചിലതങ്ങനെയാണ്. വിഹുലമായ ഏതവസ്ഥകൾക്കും ഒടുവിൽ ഒരു വിഭാതം ഉണ്ടാകും. സ്വാഗതം അറിവിന്റെ പ്രകാശത്തിലേക്ക്. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ആദരണീയനായ നോബൽ ഗൈഡ് ശ്രീ വി കെ ശ്രീരാമൻ, നമസ്കാരം സർ. നിമ്മി അരുൺ ഗോപൻ, ഗുഡ് ഈവനിങ്. ഈ ദിവസം ഈ വേദിയിലേക്ക് കടന്നു വരുന്ന മത്സരാർത്ഥി ദൃശ്യ മാധ്യമ രംഗത്ത് നിന്ന് വിശാലമായ ആകാശങ്ങൾ കീഴടക്കാൻ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. കൈരളിയുടെ നിരവധി പരിപാടികളുമായി ഇടപെട്ട് പ്രവർത്തിച്ച് ഒടുവിൽ തൻ്റെ സ്വപ്നമായ ചലച്ചിത്ര സംവിധാനം എന്നത് സാക്ഷാത്കരിച്ച ആ കലാകാരൻ ആരെന്നറിയണ്ടേ? നമുക്ക് ആ പ്രൊഫൈൽ കാണാം. നമസ്കാരം, എൻ്റെ പേര് ശ്യാം. 820 എന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ്. അശ്വമേധം എന്ന പ്രോഗ്രാമിൽ ഞാൻ അതിഥിയായിട്ട് എത്തുകയാണ്. 10 വർഷം മുമ്പ് കൈരളി ചാനൽ അശ്വമേധം എന്ന പ്രോഗ്രാം കാണുമ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന്. കാരണം നമ്മൾ പലതരത്തിലുള്ള കായികം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറാണ്. അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും മൈൻഡ് വെച്ച് കളിക്കുന്ന ഒരു ഗെയിമിലേക്ക് വരിക എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. അത് പ്രത്യേകിച്ചും GS പ്രദീപ് സാറിനെ പോലെയുള്ള ഒരു ഗ്രാൻഡ് മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്ത് ആലോചിച്ചാലും അദ്ദേഹം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഹോട്ട് ചെയറിലൊന്ന് ഇരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു കാണാം. So here he is, Mr. Shyam. Please walk in. ഹലോ ശ്യാം. എന്നാ ഫിലിമിൻ്റെ റിലീസ്? December 26th. December 26th. സിനിമയുടെ പേര് 820. സമയം ഫസ്റ്റ് റിലീസ് നടത്തുന്ന സമയം 820 തുടങ്ങാനാണ് പ്ലാൻ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന് തോന്നില്ല. കാരണം തിയേറ്ററുമായിട്ട് സംസാരിക്കുന്നുണ്ട്. 820 ഒരു ഹ്യൂജ് ഹിറ്റ് ആവട്ടെ. താങ്ക് യു. അത് 820 തന്നെ കഴിയാൻ ശ്യാമിന് കഴിയട്ടെ. താങ്ക് യു. ആ സിനിമയുടെ കഥയെക്കുറിച്ചും അതിൻ്റെ ചില ട്വിസ്റ്റുകളെക്കുറിച്ചുമെല്ലാം പ്രേക്ഷകർക്ക് ഒരല്പം സൂചനകൾ നമുക്ക് കൊടുക്കാം ഇവിടെ ഇരുന്നതിന് ശേഷം. അതിനു മുൻപ് അശ്വമേധത്തിലേക്ക് സ്വാഗതം. താങ്ക് യു സർ. അശ്വമേധം കണ്ടിട്ടുണ്ടോ? കാണാറുണ്ട്. 10 വർഷം മുമ്പും കാണാറുണ്ട്, ഇപ്പോഴും കാണാറുണ്ട്. ശ്യാം, നമുക്ക് യാഗം തുടങ്ങാം. സർ, ഓൾ ദി ബെസ്റ്റ്. വാക്ക് തിരിച്ചിട്ടു. വാക്വം എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് VACUUM ആണ്. ശരിയോ തെറ്റോ? ശരിയാണ്. ശ്യാം പറഞ്ഞ ഉത്തരം ശരിയാണ്. ശ്യാമിന് മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ സമ്മാനം. കേരള തിരികെ നിക്ഷേപിച്ചു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ പെരുപ്പം കുറഞ്ഞ ജില്ല കോട്ടയമാണ് അതോ പത്തനംതിട്ടയാണോ? പത്തനംതിട്ട. ശരിയായ ഉത്തരം. 2500 രൂപയുടെ മിർ റിയൽറ്റേഴ്സിന്റെ സമ്മാനം. 5000 രൂപയുടെ മൂന്നാം ബൗളിലേക്ക്. റൂളേഴ്സ്, ഭരണാധികാരികൾ തിരികെ നിക്ഷേപിച്ചു. കമ്പാല തലസ്ഥാനമായ രാജ്യത്തിൻ്റെ ഭരണാധികാരി ആരായിരുന്നു? പട്രീസ് ലുമുംബ, ജോമോ കെനിയത്ത, ഇദി അമീൻ. ശരിയായ ഉത്തരം ശ്യാം. കൺഗ്രാറ്റുലേഷൻസ്. യു ഹാവ് won ₹5,000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. ഇനി നമുക്കൊരു കാഴ്ചക്കടം. ഈ സുന്ദരിയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആരാണ് ഈ സുന്ദരി? ഹീന റബ്ബാനി ഖാർ. ഷീ ഈസ് ദി മിനിസ്റ്റർ ഫോർ ഫോറിൻ അഫയേഴ്സ്, പാകിസ്ഥാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായ ഹീന റബ്ബാനി എന്ന സുന്ദരിയാണിത്. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻ. യു ഹാവ് won ₹10,000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. വെൽ ഡൺ. 820യുടെ സംവിധായകൻ യജ്ഞത്തിലേക്ക് മാർച്ച് ചെയ്യും. കാത്തിരുന്ന് കാണാം. അതിനു മുൻപ് പ്രേക്ഷകരോടുള്ള എൻ്റെ ഈ ദിവസത്തെ ആദ്യത്തെ സൂചന. കിഴക്കിൻ്റെ പുത്രി യുവ സംവിധായകനായ ശ്യാം യാഗം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു.
അദ്ദേഹം യജ്ഞത്തിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ? ലെറ്റ്സ് സീ. Yes is the sign and Shyam, walk in. So Shyam, യജ്ഞത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങളിൽ ഏതോ ഒന്ന് ശ്യാമിന് ലഭിക്കും. ആ വിഷയത്തെ ആസ്പദമാക്കി ഒരു വ്യക്തിയുടെ പേരാണ് ആദ്യ റൗണ്ടിൽ മിർ റിയൽറ്റേഴ്സിൻ്റെ 25,000 രൂപയ്ക്ക് വേണ്ടി ശ്യാം വിചാരിക്കേണ്ടത്. ഓക്കെ, ശരി. $820 എന്ന് ശ്യാം. എനിക്കുള്ളത് 18 ക്വസ്റ്റ്യൻസ് മാത്രം. യജ്ഞം. ശ്യാം, ആശംസകൾ. താങ്ക് യു. ശ്യാമിനും അശ്വമേധത്തിലെ മത്സരാർത്ഥിത്വത്തിനും പിന്നെ ശ്യാമിൻ്റെ സിനിമയ്ക്കും. താങ്ക് യു. ശ്യാം വിചാരിച്ച പേര് അംഗീകരിക്കുന്നു. അപ്രൂവ്ഡ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ് ശ്യാം. ശ്യാം, സിനിമയെക്കുറിച്ച് പറയും. സിനിമ 820 എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. സമയവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സംഭവമാണ്. ഒരു സെക്കൻഡിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, ചിലപ്പോൾ അത് സാറിന് സംഭവിച്ചിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ ഇനി സംഭവിക്കുമായിരിക്കാം. എൻ്റെ സിനിമയുടെ ടാഗ് എന്ന് പറയുന്നത് ഒൺലി ടൈം വിൽ ടെൽ. സമയമാണല്ലോ എല്ലാം നമ്മൾ റിവീൽ ചെയ്യുന്നത്. നമ്മൾ സമയം ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്ലി അല്ല. അത് ചിലപ്പോൾ നമുക്ക് ഫേവറബിൾ ആവാം, അൺഫേവറബിൾ ആവാം. പക്ഷേ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണിത്. മാത്രമല്ല ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ മുഴുനീളമുണ്ട്. അതേ ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു തീമിൽ സൗത്ത് ഇന്ത്യയിൽ പടം ചെയ്യുന്നത്. ഈ ഒരു തീമിൽ വേറെ ആരും ചെയ്തിട്ടില്ല. 820 എല്ലാവിധ ആശംസകളും. താങ്ക് യു. ആദ്യത്തെ ദിവസം തന്നെ കാണാൻ ഞാൻ ശ്രമിക്കും. ഞാൻ അറിയിക്കാം സാർ, വരണം. ഞാൻ ഇൻവൈറ്റ് ചെയ്യാം, സ്പെഷ്യലായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. ഈ കളി തുടങ്ങാം. യെസ് സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കോൺഫിഡൻ്റ് ആണല്ലോ സാറിൻ്റെ മുമ്പ്? യെസ്. കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിറിത്തുള്ളിത്തുള്ളി ചാട്ടവാറിളകുമ്പോൾ ഈ അശ്വം വഴികാട്ടട്ടെ ഈ യുവ സംവിധായകന്. ശ്യാം വിചാരിച്ചത് ഒരു പുരുഷൻ. യെസ്. ഇന്ത്യൻ? നോ. നോ. ജീവിച്ചിരിപ്പുണ്ട്? യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? യെസ്. ഉണ്ട്. രാഷ്ട്രീയം, കലാ, സാഹിത്യം? രാഷ്ട്രീയം. താങ്ക് യു. എസ് ഓർ നോയെ പറയാവൂ. ഓക്കെ. അദ്ദേഹം ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണോ? അതെ. ആണ്. യൂറോപ്യൻ? നോ. അമേരിക്കൻ കോണ്ടിനെൻറ്റ്സ്? യെസ്. ആണ്. അർജന്റീന, ബ്രസീൽ, ക്യൂബ, ചിലി, കൊളംബിയ, ഇക്വഡോർ, നിക്കരാഗ്വേ? നോ. നോ. അല്ല. യുഎസ്എ? No. യുഎസ്എ? യെസ്. ആണ് സർ? ആണ്. അതെ. ഭാര്യയുടെ പേര് മിഷേൽ എന്നാണോ? അല്ല. 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 ഭരണാധികാരി ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്, ആയിരുന്നോ എന്നല്ല. ഭരണാധികാരി ഇപ്പോഴും ഭരണത്തിൻ്റെ ഒരു പാർട്ട് അദ്ദേഹം വഹിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. രാഷ്ട്രീയത്തിന് അതീതമായി മറ്റേതെങ്കിലും മേഖലയിലും അദ്ദേഹത്തിന് പ്രശസ്തിയുണ്ടോ? അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഗവർണർ പദവി അലങ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പ്രസിഡന്റ് പദവി ഒരിക്കലും അലങ്കരിച്ചിട്ടില്ലല്ലോ? ഇല്ല. ഇല്ല. അദ്ദേഹം ഒരു പ്രത്യേക പദവിയിൽ എത്തിച്ചേർന്നിട്ട് ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞു. നോ. നോ. കഴിഞ്ഞില്ല. That I think I need to ask. ഇല്ല. നോ. നോ. No. ആയില്ല. അദ്ദേഹത്തിൻ്റെ വിരലടയാളവും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറിയുടെ വിരലടയാളവും ഒന്ന് തന്നെയാണോ? നോ. 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 അല്ല. അല്ല.
Any part of his name starts with P, P or A? No. No. Very recently he was in news. Not important news. He should always be in the news, but not very important news. പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റീസിൽ, പൊളിറ്റിക്കൽ റൂളേഴ്സിൽ ടോപ്പ് 10-ൽ ഒരാളാണോ in America? Yes. ആയിരുന്നു എന്നല്ല എൻ്റെ ക്വസ്റ്റ്യൻ, ആണോ എന്നാണ്. ഇപ്പോഴുമാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ആ പവർ ഉണ്ട്. My last question, has he ever succeeded or preceded Al Gore? Yes. Is it Dick Cheney? Yes. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ഒട്ടനവധി തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രസിഡന്റിന് വഴികാട്ടിയതും പിന്തുണയായതും ഡിക് ചേനിയായത്. പൊളിറ്റിക്കോ ഒഫീഷ്യലുകളിൽ ചിലരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് ഡിക് ചേനിയെ അതിൽ നിന്നും അകറ്റി നിർത്തുകയാണ്. ഡിക് ചെനി അമേരിക്കൻ വ്യാപാരിയും പൊതുപ്രവർത്തകനുമാണ്. 2001 മുതൽ 2009 വരെ അമേരിക്കയുടെ 46ാമത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. അമേരിക്കയിലെ ലിങ്കണിൽ ജനിച്ചു. യോമിംഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. 1989 മുതൽ 1993 വരെ ചെനി സെക്രട്ടറി ഓഫ് ഡിഫൻസ് ആയി നിയോഗിക്കപ്പെട്ടു. 1995 മുതൽ 2000 വരെ ഹാലിബർട്ടൺ കമ്പനിയുടെ ചെയർമാനും സിഇഒയും ആയിരുന്നു ഇദ്ദേഹം. ഇത് ഞങ്ങളുടെ അശോപഹാരം. Thank you. താങ്കളുടെ മത്സരാർത്ഥിത്വത്തിന് മാത്രമല്ല, താങ്കളുടെ വരാൻ പോകുന്ന ചലച്ചിത്ര സബരിയിലെ നല്ല വിജയത്തിന്. സോ ദിസ് ഇസ് എ ക്യാഷ് അവാർഡ് ഫ്രം മിർ റിയൽറ്റേഴ്സ്. Thank you. ആൻഡ് ഒരു പാട്ട് പാടുന്നില്ലേ? ഞാനില്ല. ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്ന് പാട്ടും ഒന്ന് ഡാൻസും. അതെന്നെ കൊണ്ട് നടക്കില്ല. പാട്ടിനെ കുറിച്ച് ആണ് പ്രേക്ഷകർക്ക് ഈ ദിവസമുള്ള സൂചന. ഇദ്ദേഹത്തിൻ്റെ നാട് തിരുവല്ലയാണ്. ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പ ചൊപ്പനം കണ്ടേ, ചാവേറിൻ നോവിനെല്ലാം നാവുമുളച്ചെന്ന്. അൽഗോറിനെയും ഡിക് ചേനിയെയും സാറാ പൗലിനെയും ഓർമ്മിപ്പിച്ച ശ്യാമിൻ്റെ ഊർജ്ജസ്വലമായ ചിന്തകൾക്ക് ശേഷം അശ്വമേധത്തിൻ്റെ ഉഷ്ണ ചിന്തകളിലേക്ക് ഈ നിമിഷത്തിൽ എത്തിച്ചേരുന്ന അടുത്ത മത്സരാർത്ഥിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ സമ്മാനിച്ച സൂചനകൾക്ക് ശരിയുത്തരം എഴുതിയയച്ച് ആദ്യമായി മെസ്സേജിലൂടെ മത്സരത്തിൽ അംഗീകാരം നേടിയെടുക്കുന്ന ആ വ്യക്തി മധുരനാരങ്ങയുടെ ജില്ലയിൽ നിന്നാണ്. കോഴിക്കോട് നിന്നെത്തുന്ന ആ മത്സരാർത്ഥി ആര് എന്ന് ഈ പ്രൊഫൈലിലൂടെ നമുക്ക് കാണാം. വിശ്വദർശന ചക്രവാളങ്ങളെ വിസ്മയിപ്പിച്ച നാടിൻ മഹത്വത്തെ ഓർത്തെടുത്തിന്നു വീണ്ടും ഉണരുന്നു നേർത്ത നിശ്വാസമോടെയാണെങ്കിലും. എൻ്റെ പേര് പ്രസീത. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കക്കോടയിൽ നിന്നാണ് അശ്വമേധത്തിലേക്ക് വരുന്നത്. കോഴിക്കോട് കളക്ടറേറ്റിൽ 5 വർഷമായി ജോലി നോക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് മുരളീധരൻ മർച്ചന്റ് നേവിയിൽ വർക്ക് ചെയ്യുന്നു. 2 മക്കളാണ് എനിക്കുള്ളത്. മൂത്തത് മകൾ ഗായത്രി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകൻ ജഗത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അശ്വമേധം പ്രോഗ്രാം ഇരുന്ന് കാണാൻ സമയമുണ്ടാവാറില്ലെങ്കിലും കിച്ചണിലെ ജോലി തിരക്കുകൾക്കിടയിൽ എൻ്റെ മകളാണ് ചോദ്യങ്ങൾ വിളിച്ച് ചോദിക്കാറ്. അപ്പോൾ തിരക്കുകൾക്കിടയിൽ ഞാൻ ആൻസർ പറഞ്ഞു കൊടുക്കും. അവളാണ് SMS ചെയ്തത്. അങ്ങനെ SMS-ലൂടെയാണ് ഞാൻ അശ്വമേധത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കോഴിക്കോട് കളക്ടറേറ്റിലെ എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് വേണ്ടി മെയിൽ അയച്ചതും എൻ്റെ ബയോഡാറ്റ അയച്ചതുമെല്ലാം. വളരെ പെട്ടെന്നായിരുന്നു, വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു ഞാൻ ഈ ഷോയിൽ എത്തിപ്പെട്ടത്. ഈ പ്രോഗ്രാമിൽ ഒരു മത്സരാർത്ഥി എന്നതിലുപരി ഗ്രാൻഡ് മാസ്റ്റർ ശ്രീ GS പ്രദീപിനെ കാണുക, അദ്ദേഹത്തോടൊപ്പം കുറച്ചു നേരം ചെലവഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. So that was Prasida. Welcome to the show. പ്രസീത, യാഗം ആരംഭിക്കാം. മതങ്ങൾ തിരികെ നിക്ഷേപിക്കും. ലോട്ടസ് ടെമ്പിൾ ബഹായി മതവുമായി ബന്ധപ്പെട്ടതാണ്. ശരിയോ തെറ്റോ? ശരി. പ്രസീതയുടെ ഉത്തരം 100% ശരിയാണ്. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ സമ്മാനം. അടുത്ത ബൗളിലേക്ക്. സൗരയൂഥം.
സൗരയൂഥം തിരികെ നിക്ഷേപിക്കൂ. ചുട്ടുകരിക്കപ്പെട്ട സൗരയൂഥ ശാസ്ത്രജ്ഞൻ ആരാണ്? ബ്രൂണോ ഗലീലിയോ. ചുട്ടുകരിക്കപ്പെട്ട സൗരയൂഥ ശാസ്ത്രജ്ഞൻ ആരാണ്? ബ്രൂണോ. ബ്രൂണോ. ശരിയായ ഉത്തരം. മിറർ റിയൽറ്റേഴ്സിന്റെ 2500 രൂപയുടെ ക്യാഷ് അവാർഡ് പ്രസീതയ്ക്ക് സ്വന്തം. മൂന്നാം ബൗൾ. വിവാദങ്ങൾ. കോൺട്രോവേഴ്സി, വിവാദങ്ങൾ തിരികെ നിക്ഷേപം. ആരാണ് ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇടപെടേണ്ടി വന്ന രാഷ്ട്രീയ നേതാവ്? ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. ചോയ്സുകൾ വേണ്ട. ശരിയായ ഉത്തരമാണ്. മിറർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപയുടെ സമ്മാനം പ്രസീതയ്ക്ക് ലഭിക്കും. ഇനി ഒരു കാഴ്ചക്കടം. ആരാണിത്? ശ്രീ പി ജെ ആന്റണി. അനശ്വരനരനായ ശ്രീ പി ജെ ആന്റണി. 100% ശരിയായ ഉത്തരം. മിറർ റിയൽറ്റേഴ്സിന്റെ 10000 രൂപയുടെ സമ്മാനം നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. പ്രസീത യാഗം പൂർത്തിയാക്കി. ഇനി മെയിലിലൂടെ ഉത്തരമെഴുതിയേച്ചെത്തിയ പ്രസീത പാതി വഴിയിൽ മടങ്ങുമോ, യജ്ഞത്തിലേക്ക് ധീരമായി മുന്നേറുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട സമയമാണ്. അതിനു മുൻപ് പ്രേക്ഷകരോടുള്ള എൻ്റെ അടുത്ത സൂചന. CJ ഈ ദിവസം മത്സരിച്ച പ്രസീത യാഗം വിജയകരമായി പൂർത്തിയാക്കി യജ്ഞത്തിലേക്ക് കടക്കുകയാണ്. കാത്തിരുന്ന് കാണാം. യെസ് ഓർ നോ? Yes is the sign and Prasida, walk in please. ചോദ്യോത്തരങ്ങൾ മാത്രമല്ല, കവിതയുടെ മണിമാലയും ഉണ്ടാകും ഇക്കുറി യജ്ഞം. കാത്തിരിക്കുകയായിരുന്നു ഞാൻ പ്രസീതയുടെ കവിതകളെ, കൽപ്പനകളെ. അതിനു മുൻപ് പ്രസീത കരുതിയ ആ പേര്. ഇസ് ഇറ്റ് അപ്രൂവ്ഡ് സർ? അപ്രൂവ്ഡ്. ഇരിക്കൂ പ്രസീത. പ്രസീത, എന്നെ SMS അയച്ച് സെലക്ഷൻ കിട്ടുന്ന ആദ്യത്തെ വ്യക്തിയാണ് പ്രസീത. ഏത് ചോദ്യത്തിനുള്ള ഉത്തരമാണ് SMS അയച്ചത്? വീരപ്പൻ എന്നുള്ള ഉത്തരമാണ് എൻ്റെ ഓർമ്മയിൽ. വീരപ്പൻ എന്നുള്ള, എനിക്ക് തോന്നുന്നു ഈ ആ പാക്കേജ് തുടങ്ങിയതിന്റെ 2ാമത്തെ ആഴ്ച തന്നെ അല്ലേ? ആരാ ഉത്തരമെഴുതി അയച്ചത്? സഹായിച്ചത് ആരാ ഉത്തരം എഴുതാൻ? SMS ചെയ്തത് മോളാണ്. മോളാണ്. ഞാൻ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ക്ലൂ കേൾക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. കേട്ടപ്പോൾ പറഞ്ഞു കൊടുത്തതാണ്. അതെ അതെ. മോളെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 9th. എന്താ പേര് അവളുടെ? ഗായത്രി. ഗായത്രി, ഹായ്. ഗായത്രിയുടെ അമ്മ ഗായത്രി അയച്ച SMS-ന്റെ പിൻബലത്തിൽ അശ്വമേധത്തിൻ്റെ ഹോട്ട് സീറ്റിൽ യജ്ഞഭൂമിയിൽ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം പ്രസീത, ഒരു കവിതയുള്ളൂ. ഇരുൾ കനക്കുന്ന വഴികളിലെവിടെയോ പതിയിരിക്കുന്നു കറുത്ത കോലങ്ങൾ. ഇരയെ തേടി പരക്കം പായുന്നു ഇമ വെട്ടാതെയാ പരുക്കൻ രൂപങ്ങൾ. കുരുന്നു പക്ഷിതൻ ചിറകരിഞ്ഞല്ലോ കരുത്തരായൊരാ കഴുകൻ പക്ഷികൾ. നിറഞ്ഞ പുഞ്ചിരി പൊഴിച്ച ചുണ്ടിൽ നിന്നൊരു തേങ്ങൽ പോലും ഉയർന്നതില്ലല്ലോ. ഇന്ത്യൻ? സർ? ഇന്ത്യൻ നോ. അല്ല, ഇന്ത്യൻ അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? നോ. പുരുഷൻ? യെസ്. നോർമൽ ഡെത്ത്? അതെ അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അതുകൊണ്ട്. പ്രധാന പ്രശസ്തി ഇതിലൊന്നാണോ? അതിലാണ്. ആണോ? രാഷ്ട്രീയം അല്ല. സാഹിത്യം? ഉണ്ട്. അത് ഉണ്ടെന്നേ ഉള്ളൂ.
എന്നാലും സാഹിത്യം അല്ല പ്രധാന പ്രശസ്തി. അപ്പോൾ കലയായിരിക്കണം. സിനിമയും സംഗീതവും പാടില്ല എന്നറിയാമല്ലോ. സിനിമയും സംഗീതം അല്ലല്ലോ. അല്ല അല്ല. ചിത്രകലയോ ശില്പകലയോ ആയിട്ട് ബന്ധമുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. പത്രപ്രവർത്തന സാഹിത്യമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. ഇല്ല. ഫോട്ടോഗ്രാഫിയുമായും പത്രപ്രവർത്തന സാഹിത്യവുമായി ഒന്നും ബന്ധമില്ല. പ്രവർത്തനമില്ല. ഇല്ല. ഫോട്ടോഗ്രാഫി ഇല്ല. ഫോട്ടോഗ്രാഫി ആണെങ്കിൽ പറയാം. കേട്ടത് എസ് ഓർ നോ? ലൈഫ് ലൈൻ വേണോ? യെസ്. ഫോട്ടോഗ്രാഫി ആണോ? ഫോട്ടോ ആണെന്നല്ല, ഫോട്ടോഗ്രാഫി ഉണ്ട്. ഇറ്റ്സ് ഇൻക്ലൂഡഡ് അങ്ങേരുടെ വർക്കിൽ. കാർട്ടോഗ്രാഫിയുമായോ അഡ്വഞ്ചർ റൈറ്റിങ്ങുമായോ ക്രോണിക്കൽ റൈറ്റിങ്ങുമായോ ബന്ധം? ഇല്ല. ഇല്ല. Has he ever visited India? യെസ്. അദ്ദേഹത്തിൻ്റെ പ്രമുഖനായ ഒരു ശിഷ്യൻ ഭാരതത്തിൽ വളരെ പ്രശസ്തനായിരുന്നു ആ മേഖലയിൽ. ഇല്ല. അദ്ദേഹത്തിൻ്റെ പേര് അനുസ്മരിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ ഇന്ത്യയിൽ? ഇല്ല. 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 ജിം കോർബറ്റിനെ പോലെ ഒരാളൊന്നും അല്ല. അപ്പോൾ ഓർണിത്തോളജി, ഫോറസ്റ്റ് എക്സ്പെഡിഷൻ, ട്രക്കിംഗ്, അനിമൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ഇതിലൊന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൻ്റെ പ്രധാന ഘടന. അല്ല. അല്ല. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഔദ്യോഗികമോ പൊളിറ്റിക്കലോ ആയ ഡിസിഷൻ മേക്കിങ്ങിൽ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു? ഇല്ല. ഇല്ല സർ. ഇല്ല. മാനുവൽസ് തയ്യാറാക്കുക, ലൈൻസ് തയ്യാറാക്കുക, അങ്ങനെ ഇന്ത്യ ഒന്നുമില്ല. AD 1609 മരിച്ചത്? അല്ല. അതിനുശേഷം തന്നെയാണ് മരിച്ചത്. അതെ. അതെ. I'll go for a wide guess. ബെൽജിയംകാരനായ ഫാദർ കാമൽ ബിലേക്കാണോ അത്? അല്ല സർ. അല്ല. പറയൂ. ഡേവിഡ് ബോളൻസ്. ഡേവിഡ് ബോളൻസ്. അദ്ദേഹത്തെ കുറിച്ച് പറയൂ. 2012 അദ്ദേഹം അന്തരിച്ചത്. മലബാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര്. ബ്രിട്ടനിലാണ് ജനിച്ചത്. 1919 93-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കേരളത്തിലെ കഥകളിയെ ഒരു ലോകത്തിന് മുന്നിൽ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഹ്രസ്വചിത്രങ്ങളെ രചനകളിലൂടെയാണ് അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തത്. ഈ വേൾഡ് മൊത്തം അദ്ദേഹത്തിൻ്റെ എ ഗൈഡ് ടു കഥകളി എന്നൊരു ആധികാരിക ഗ്രന്ഥമായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. മാസ്ക് ഓഫ് മലബാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിം വളരെ പ്രശസ്തമാണ്. Congratulations, Prasida, you have won ₹25,000 from Mir Realtors, and it was a superb selection. SMS-ിലൂടെ അശ്വമേധത്തിൻ്റെ ഹോട്ട് സീറ്റിലേക്ക് കടന്നു വന്ന കോഴിക്കോട് നിന്നെത്തിയ പ്രസീത ആദ്യ റൗണ്ടിൽ ഉജ്ജ്വലമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ മിർ റിയൽട്ടേഴ്സിൻ്റെ 25,000 രൂപ സ്വന്തമായി നേടിക്കഴിഞ്ഞു. ഇനി കഴിഞ്ഞ ഇടവേളയിൽ രണ്ടാം ബൗളിൽ നിന്നും ഒരു സംഭവം അവർ സ്വീകരിക്കുകയും അത് ജൂറിക്ക് അപ്രൂവലിനായി സമർപ്പിക്കുകയും ചെയ്തു. അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരംഭിക്കും സംഭവങ്ങൾ തേടിയുള്ള മറ്റൊരു മഹായജ്ഞം. അപ്രൂവ്ഡ് സർ? അപ്രൂവ്ഡ്. സോ ശ്രീപ്രിയ, സന്തോഷമായോ? സന്തോഷമായി. എത്ര സന്തോഷമായി? ഒരുപാട് സന്തോഷമായി. ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഈ വിജയം മകൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. എത്ര കുട്ടികളുള്ളത്? 2 പേരാണ്. ആൺകുട്ടി? രണ്ടാമത്തേത് ആൺകുട്ടി. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 6th പഠിക്കുന്നു. എന്താ അയാളുടെ പേര്? ജഗത്. ജഗത്. അപ്പോൾ നമുക്ക് ജഗത്തിന് വേണ്ടിയും വേണം ഒരു സമ്മാനം. കുതിര ജഗത്തിന് വേണ്ടി കുതിക്കട്ടെ.
ഹസ്ബൻഡിന് വേണ്ടിയും വേണം സമ്മാനം. ശരി, അത് 3-ാം റൗണ്ടിലാവട്ടെ. ഇപ്പോൾ 2-ാം റൗണ്ടിൽ ജഗത്തിന് വേണ്ടി ഒരു സമ്മാനം. അതിനു മുൻപ് പ്രസീത, ഇനി സംഭവത്തെക്കുറിച്ച് ചോദിക്കാം. നല്ലതെന്നോ മോശമെന്നോ പറയാവുന്ന ഒരു സംഭവമാണോ? അതെ. അതെ. നല്ലതല്ല. അല്ല. ഇന്ത്യയിൽ നടന്ന സംഭവം? അതെ. കേരളത്തിൽ നടന്ന സംഭവം? അതെ. അതെ. മലബാറിൽ നടന്ന സംഭവം? അല്ല. 1950 ശേഷം നടന്ന സംഭവം? അതെ. 1980 ശേഷം നടന്ന സംഭവം? അതെ. ആണ്. അതെ. ഒരു പൊളിറ്റിക്കൽ ഇൻസിഡന്റ് ആണോ? അല്ല. ആരുടെയെങ്കിലും മരണം? ഉണ്ട്. യെസ്. അതൊരു കൊലപാതകമായിരുന്നു? അല്ല. ആ വ്യക്തിയുടെ മേഖല രാഷ്ട്രീയമാണോ? അല്ല. രാഷ്ട്രീയ സംഭവമല്ല എന്ന് പറഞ്ഞു, പക്ഷെ ഒരു വ്യക്തിയുടെ മരണമാണ് ആ സംഭവം എന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ല. മരണം എന്ന് മാത്രമേ പറഞ്ഞു. ആരുടെയെങ്കിലും മരണം എന്നേ ഉള്ളൂ. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ ഒരിടത്ത് നടന്ന സംഭവം? അല്ല. 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 അല്ല സർ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നടന്ന സംഭവം? അതെ. തിരുവനന്തപുരം ജില്ലയിൽ നടന്ന സംഭവം? അല്ല. എന്താ ചെയ്തേ? അമ്മയ്ക്ക് വിട്ടുകൊടുക്കരുതെന്ന്. അമ്മയ്ക്ക് വിട്ടുകൊടുക്കരുതെന്ന്. ആ സംഭവത്തിൽ ഹയറുന്നിസ എന്ന വ്യക്തി ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. 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 ആ സംഭവവുമായി മലയാറ്റൂർ രാമകൃഷ്ണൻ ബന്ധപ്പെടുന്നുണ്ടോ? ഇല്ല. I have a very prominent question. I have a very important question. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ 6-ാം വിരൽ എന്നൊരു നോവലുണ്ട്. 6-ാം വിരലുള്ള സൂര്യനാരായണ അയ്യർക്ക് മുൻകൂട്ടി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാം. അങ്ങനെയെല്ലാം വളഞ്ഞു തിരിച്ചൊക്കെ ചോദിച്ചാൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ ഡിസ്റ്റന്റ് ആയിട്ടല്ലേ. മരത്തിൻ്റെ മുകളിൽ കയറി നിന്നപ്പോഴാണ് 6-ാം വിരലിൻ്റെ അതിജ്യോതി കൊണ്ട് സൂര്യനാരായണ അയ്യർ എന്ന പേരുള്ള മലയാറ്റൂരിൻ്റെ കഥാപാത്രം അറിയുന്നത്. തകിടം അറിയുന്ന ബോഗികളുടെയും താളം തെറ്റുന്ന അവസ്ഥകളുടെയും പിടഞ്ഞു വീണ് മരിച്ച ഒരുപാട് പേരുടെ ജീവിതങ്ങൾ പെരുമണ്ണി നടന്ന സംഭവമാണ് അല്ലേ? സോ ഇത്തവണ താങ്കൾ വിചാരിച്ചത് പെരുമൺ ദുരന്തമാണ്. But still, it was a very good game with you, President. പെരുമൺ ദുരന്തം 1988 ജൂലൈ 8-ന് കൊല്ലം ജില്ലയിലെ പെരിനാടിനടുത്തുള്ള പെരുമൺ പാലത്തിൽ നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടിക്കായലിലേക്ക് മറിഞ്ഞുണ്ടായ ദുരന്തത്തിനെ പെരുമൺ ദുരന്തം എന്ന് വിളിക്കുന്നു. ഇതിൽ 105 പേർ മരണപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിന് ശേഷം റെയിൽവേ പെരുമണിൽ ഒരു പുതിയ പാലം നിർമ്മിച്ചു. ദുരന്തം നടന്ന് 5 വർഷത്തിന് ശേഷമാണ് പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി ഇവിടെ പുതിയ പാലം വന്നത്. ദുരന്തത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. ഇത് മക്കൾക്കുള്ള ഞങ്ങളുടെ സ്നേഹസമ്മാനം. ഇത് മെർ റിയൽറ്റേഴ്സ് നൽകുന്ന ക്യാഷ് അവാർഡ്. ഒപ്പം ഇത് മെർ റിയൽറ്റേഴ്സ് നൽകുന്ന 2 പേർക്ക് കായലോരം എന്ന മനോഹരമായ റിസോർട്ടിൽ താമസിക്കാനുള്ളത്. ഇനി വരാൻ പോകുന്ന മത്സരാർത്ഥിക്ക് ചില പ്രത്യേകതകളുണ്ട്.
ആ പ്രത്യേകതകളുടെ, ആ സവിശേഷതകളുടെ ആളമഴക്കാനുള്ള സഞ്ചാരത്തിനു വേണ്ടി അല്പനേരം നിങ്ങൾ കാത്തിരുന്നേ പറ്റും. ഇനി ഈ വേദിയിലേക്ക് എത്തുന്ന മത്സരാർത്ഥിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് കാണാം. എൻ്റെ പേര് പ്രിറ്റി ഗ്രേസ് മാത്യു. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു ദുബൈയിൽ. ഇപ്പം നാട്ടിൽ സെറ്റിലായി. ഞാൻ വിവാഹിതയാണ്. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. മൂത്ത കുട്ടി 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ ഹോബീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പെയിൻറ്റ് ചെയ്യും, പിന്നെ ചെറുതായിട്ടൊക്കെ പാടും, പാട്ട് എഴുതാറുണ്ട്, പിന്നെ ഒരു ഡിസൈനറും കൂടിയാണ് ഞാൻ. അശ്വമേധത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് GS പ്രദീപിനെ പോലെ ഒരു വലിയ ബുദ്ധിജീവിയോടൊപ്പം ഈ ഒരു വേദിയിലിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ ഹോട്ട് സീറ്റിൽ ഞാനും എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. So let's welcome Pretty Grace Matthew. സുഖം. സന്തോഷം. എന്തൊക്കെ ചെയ്യുന്നു? ഇപ്പം ഡിസൈനിങ് ചെയ്യാറുണ്ട്, പിന്നെ പെയിൻറ്റിങ്സ് വളരെ ഇഷ്ടമാണ്. അത്യാവശ്യം പാട്ടൊക്കെ എഴുതും. പാട്ട് പാടും? ചെറുതായിട്ടും മൂളും. എവിടെ നാട്? കോട്ടയം. കോട്ടയത്തിനടുത്ത് ചിങ്ങവനം. ചിങ്ങവനത്ത്. അശ്വമേധം കാണാറുണ്ട്? തീർച്ചയായിട്ടും. കാണാറുണ്ട്. വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. ഒരു 2 വരി ഒന്ന് മൂളിയിട്ട് നമുക്ക് തുടങ്ങാം. വേണോ? ധൈര്യമായിട്ട്. ദൈവത്തിൻ സ്നേഹം രുചിച്ചറിഞ്ഞാൽ നാം കണ്ട സ്നേഹങ്ങളേതുമില്ല. ദൈവത്തിൻ സ്നേഹം രുചിച്ചറിഞ്ഞാൽ നാം കണ്ട സ്നേഹങ്ങളേതുമില്ല. ആ സ്നേഹത്തിനു പകരം മറ്റൊരു സ്നേഹം പറവാൻ ഈ ഭൂവിൽ വേറൊന്നുമില്ല. ആ സ്നേഹത്തിനു പകരം മറ്റൊരു സ്നേഹം പറവാൻ ഈ ഭൂവിൽ വേറൊന്നുമില്ല. ദൈവത്തിൻ സ്നേഹം രുചിച്ചറിഞ്ഞാൽ നാം കണ്ട സ്നേഹങ്ങളേതുമില്ല. ശരിയാണ്, വളരെ ശരിയാണ്. താങ്ക് യു. ആരംഭിക്കാം. തീർച്ചയായും. താങ്ക് യു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഞാൻ പൃഥ്വിയോട് പറയുന്ന വാചകം, ഫ്രാൻസിലെ വളരെ പ്രശസ്ത പാരിസ്ഥിതിക പ്രവർത്തകനായിരുന്നു ജോസഫ് ബൂഗിയ എന്നാണ്. ശരിയോ തെറ്റോ? ട്രൂ. ശരിയായ ഉത്തരം. You have won ₹1,000 from Mir Realtor. Congratulations. മുന്നിലേക്ക്. നോബൽ സമ്മാനങ്ങൾ. താഴ്ത്തിയിട്ടു. താഴെ പറയുന്നവരിൽ ചെറിയ പ്രായത്തിൽ നോബൽ സമ്മാനം കിട്ടിയ എഴുത്തുകാരൻ ആരാണ്? രാംബോൾ സാർത്ത്, റഡ്യാർഡ് കിപ്ലിംഗ്. ചോയ്സ് സെക്കൻഡ്, റഡ്യാർഡ് കിപ്ലിംഗ്. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. You won ₹2,500 from Mir Realtors. 3ാം റൗണ്ടിലേക്ക് കടക്കാം. ഒളിമ്പിക്സിന്റെ 5 വളയങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഒളിമ്പിക്സിന്റെ വളയങ്ങൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? 1, വിവിധ കായിക ഇനങ്ങളെ. 2, കളിക്കിടയിൽ രക്തസാക്ഷികളായവരെ. 3, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങൾ. താങ്കളുടെ ഉത്തരം 100% ശരിയാണ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 5000 രൂപയുടെ സമ്മാനം നിങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു. Now we will go to the visual round. ഈയിടെ അന്തരിച്ച മികച്ച അധ്യാപികയും എഴുത്തുകാരിയുമായ ഈ വ്യക്തി ആരാണ്?
ഹൃദയകുമാരി ടീച്ചർ. ശരിയായ ഉത്തരം മെറിയൽ ടെസ്റ്റിന്റെ 10,000 രൂപ പ്രതി സ്വന്തമാക്കി കഴിഞ്ഞു. വളരെ പ്രറ്റിയായ പ്രറ്റി ഈ വിജ്ഞാനയാത്രയിൽ ഇന്ന് എത്രത്തോളം മുന്നോട്ട് പോകും എന്നറിയുവാനുള്ള ആകാംക്ഷ നിങ്ങളെപ്പോലെ എനിക്കും ഉണ്ട്. പ്രറ്റി യജ്ഞത്തിലേക്കുള്ള തൻ്റെ ബാഡ് ലക്ക് പ്രറ്റി. ഈ ദിവസത്തെ ടൈം ബോംബ് ഹാസ് ബ്ലാസ്റ്റഡ്. പ്രേക്ഷകർക്കായുള്ള ഇന്നത്തെ സൂചനകൾ ഒരിക്കൽ കൂടി. സൂചന 1 കിഴക്കിന്റെ പുത്രി. സൂചന 2 ഇദ്ദേഹത്തിന്റെ നാട് തിരുവല്ല. സൂചന 3 CJ. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രേക്ഷകർക്കായുള്ള സൂചനകളുടെ ഉത്തരം ലെന. പ്രറ്റിയുടെ കൂടുതൽ ഉജ്ജ്വലമായ ചിന്തകൾ കാണുവാൻ, യജ്ഞത്തിൻ്റെ മത്സര ചൂട് അനുഭവിക്കുവാൻ നിങ്ങൾ കാത്തിരുന്നേ പറ്റൂ, കാതോർത്തിരുന്നേ പറ്റൂ. ശുഭരാത്രി ഫ്രം GS.